ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നിമ ഡയറീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഫ്രൈഡ് റൈസിലേക്ക് എടുക്കുന്ന ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിവിടെ വളരെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ പീസാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത പീസാണിത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും പറയണില്ല, നമുക്ക് ഇഷ്ടമുള്ളത്ര ചിക്കൻ എടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതൊന്നൊരു 15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ്. 2 കപ്പ് ബസ്മതി റൈസ് വേവിച്ച് വെച്ചിട്ടുള്ളതാണിത്. ഇതിലേക്ക് ഞാനൊരു 3 ഏലക്കയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വേവിച്ച് ഊറ്റിയെടുത്ത റൈസാണിത്. നമ്മൾ ഫ്രൈഡ് റൈസ് ഉച്ചയ്ക്കൊക്കെയാണ് റെഡിയാക്കുന്നതെങ്കിൽ രാവിലെ തന്നെ റൈസ് റെഡിയാക്കി വെക്കുക. കാരണം റൈസ് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് തണുത്തതായിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഈ റൈസ് ഇങ്ങനെ ബസ്മതി അത്യാവശ്യം നീളമുള്ള റൈസാണല്ലോ, നന്നായിട്ട് ഉടഞ്ഞു പോകും. അത് കാരണം നമ്മൾ ഫ്രൈഡ് റൈസ് റെഡിയാക്കുന്നതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുമ്പെങ്കിലും നമുക്ക് ഈ ചോറ് റെഡിയാക്കി വെക്കണം. പിന്നെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. വെളിച്ചെണ്ണയൊന്നും നമ്മൾ ഫ്രൈഡ് റൈസിന് യൂസ് ചെയ്യരുത്. പിന്നെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു അല്പം ഉപ്പ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ ഒഴിച്ചിട്ടുള്ള ഓയിലിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കുകയാണ്. മുട്ട ഫ്രൈ ചെയ്യാനുള്ള ഓയിലാണ് ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിൽ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അതായത് നമ്മൾ ചിക്കൻ പൊരിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ ബുർജി പോലെ ആക്കിയെടുക്കണം. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാൻ പാനിൽ നിന്ന് മുട്ട മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിക്കാം. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇനി ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇത് ഇടയ്ക്ക് കൊടുത്ത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ കുക്കാകും. നമ്മൾ വളരെ ചെറുതാക്കിയിട്ടാണല്ലോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാനിത് പാനിൽ നിന്ന് മാറ്റുകയാണ്. ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 4 വലിയ അല്ലി വെളുത്തുള്ളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതാണ്. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു സവാളയാണ് ഇട്ടെടുക്കുന്നത്. ഈ ഒരു കാണുന്ന പോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്, നീളത്തിലല്ല കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനിതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം വലിയ ക്യാരറ്റാണ്, നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ വെജിറ്റബിൾസിൻ്റെ നമ്മൾ കട്ട് ചെയ്യുന്നതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചാണ്, നമുക്ക് ഏത് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് വലിയൊരു പച്ചമുളകും അങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ മഞ്ഞ കളറിലും പച്ച കളറിലുള്ള എടുത്തിട്ടുണ്ട്. ഇതും നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ കാബേജാണ് ചേർത്ത് കൊടുക്കുന്നത്. കാബേജ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ചേർക്കേണ്ട ആവശ്യമില്ല, ഓപ്ഷനിലാണ്. ഞാനിവിടെ വയലറ്റ് കളറിലുള്ള കാബേജാണ് എടുത്തിട്ടുള്ളത്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ പറയുന്ന അളവെല്ലാം 2 കപ്പ് ബസ്മതി റൈസിലേക്കുള്ളതാണ്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗർ, 2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിത് ഏകദേശം 8 മണീൻ്റെ 9 മണീൻ്റെ ഒക്കെ ഇടയിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന റൈസാണ്. പിന്നെ ഇത് ഫ്രൈഡ് റൈസ് ആക്കി മാറ്റുന്നത് ഒരു 11 മണിക്കാണ്. റൈസൊക്കെ അത്യാവശ്യത്തിന് തണുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന എഗ്ഗും പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഞാനിതിലേക്ക് കോമ്പിനേഷനാക്കി ഉണ്ടാക്കിയിട്ടുള്ളത് ഡ്രാഗൺ ചിക്കനാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്. അസ്സലാമു അലൈക്കും.